അതുണ്ടല്ലോടാ, ഈ കല്യാണവും എൻഗേജ്മെന്റും ഒക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. അവരവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ചെയ്യുന്നത്. അതിന് നമുക്കെന്താണ് ചെയ്തം അല്ലെ? ഓരോരുത്തരുടെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ ക്യാഷ് ഉണ്ടോ ക്യാഷ് ഇല്ലയോ നോക്കിയിട്ടല്ല ഓരോരുത്തർ കല്യാണം ആഘോഷമാക്കുന്നതും ആഘോഷമാക്കാണ്ടിരിക്കുന്നതും ഒക്കെ. ചിലപ്പോൾ നല്ല ക്യാഷുള്ള ടീംസും ലഘുവായിട്ട് കല്യാണം കഴിക്കുന്നവരും ഉണ്ട്. പിന്നെ ക്യാഷ് കുറച്ച് കുറവുള്ളവരാണെങ്കിൽ ഇപ്പം നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് അവർ ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് പൈസക്കാരെ കണ്ടിട്ട് നമ്മളത് അനുകരിക്കാണ്ടിരിക്കാൻ നോക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ. ഇത് ഒരു മിഠായി കൊടുക്കൽ ചടങ്ങിനുള്ള കാര്യമാണ് കേട്ടോ. ഒരു ചോക്ലേറ്റ് ടവറും അതുപോലെ തന്നെ ഒരു ഫ്ലവർ ബൊക്കെയും ചെയ്യാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്നാളൊരു ചോക്ലേറ്റ് ടവർ ഇട്ടതിന് ഇത് ഭയങ്കര ആർഭാടാണ് ദൂർത്താണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറ്റുന്നവർ ഇതൊക്കെ ചെയ്തോട്ടേന്നേ. അതുവഴി നമ്മളെപ്പോലുള്ളവർക്ക് കുറേ പേർക്ക് ജോലിയും വരുമാനമൊക്കെ ആവുമല്ലോ. അപ്പോൾ എല്ലാത്തിലും നെഗറ്റീവ് മാത്രം കാണാണ്ട് അതിലുള്ള പോസിറ്റീവ് വശം കൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ശരി, ടാറ്റാ.